ഗുഡ് മോർണിംഗ് എവരിബഡി. പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം. ഫാദർ യുവർ കിങ്ഡം കം. ദൈവത്തിൻ്റെ രാജ്യം എത്ര പ്രാധാന്യമാണ്, അതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ദ പവർഫുൾ മെസ്സേജ് ഈസ് കമ്മിങ് ടു യുവർ ഹോം. ഡോണ്ട് മിസ് ഇറ്റ്. സെൻഡ് ഇറ്റ് ടു മെനി പീപ്പിൾ. ഒരാൾ 100 പേരെ കേൾപ്പിക്കണം ഈ മെസ്സേജ്, കേട്ടോ. നിങ്ങളും ജീവിക്കണം, നിങ്ങളുടെ ജീവിതം മാറ്റണം. ദർ ആർ 3 ടൈപ്സ് ഓഫ് കിങ്ഡം. ഒന്ന് സ്പിരിച്വൽ കിങ്ഡം, 2 മില്ലേനിയം കിങ്ഡം, 3 ഇറ്റേണൽ കിങ്ഡം. സ്പിരിച്വൽ കിങ്ഡത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഹു ആർ ദ പാർട്ടേക്കേഴ്സ് ഓഫ് സ്പിരിച്വൽ കിങ്ഡം? ദോസ് ഹു ആർ റിസീവ്ഡ് ദ സ്പിരിച്വൽ പാസ്പോർട്ട്. ദ സ്പിരിച്വൽ പാസ്പോർട്ടാണ് റിപ്പൻറ്റൻസ്. മാനസാന്തരപ്പെട്ടവർക്ക് മാത്രമേ. നോഹയുടെ ആർക്കിനെ പറ്റി പറഞ്ഞല്ലോ, അവരെല്ലാം ആരും മാനസാന്തരപ്പെട്ടില്ല. നോഹയുടെ കുടുംബം മാത്രം അതിൻ്റെ അകത്ത് 8 പേര് കയറി, അവർ മാത്രം രക്ഷപ്പെട്ടു. അവരിൽ കൂടിയാണ് ഇന്നത്തെ ജനതകളെല്ലാം ഇവിടെ ഭൂലോകത്തിൽ ഉള്ളത്. ഒരു 800 കോടിയിൽ കൂടുതൽ ആൾക്കാരുണ്ട്. അതെല്ലാം നോഹയുടെ പാരമ്പര്യത്തിൽ കൂടി വന്നതാണ്, നോഹ വഴി. അപ്പോൾ അങ്ങനെ നീതിമാനായവരെ ദൈവം എപ്പോഴും പരിപാലിക്കുന്നു. അപ്പോൾ എന്തിനാണ് ഈ സ്പിരിച്വൽ പാസ്പോർട്ട്? എന്തിനാണ് നമ്മൾ റിപ്പൻറ്റ് ചെയ്യേണ്ടത്? ബൈബിൾ പറയുന്നുണ്ട്, റോമൻസ് 3:23, ഓൾ ആർ സിൻഡ്, നോ ഡിഫറൻസ്. ഒരു ഭേദവുമില്ല, എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് തെറ്റിപ്പോയി, വഴിതിരിഞ്ഞു പോയി. അവർ തിരിച്ചു വരണം. അൺലെസ് യു ആർ ബോൺ അഗെയിൻ. നിങ്ങൾ വീണ്ടും ജന്മം പ്രാപിക്കണം. നിങ്ങളൊരമ്മയുടെ ഒരപ്പൻ്റെയും ബീജത്താൽ നിങ്ങൾ ജനിച്ചു ഈ ലോകത്തിൽ, ഞാനും നിങ്ങളും. പക്ഷേ ഒരു സ്വർഗീയ പിതാവിൻ്റെ ആ ബീജത്താൽ നമ്മൾ വീണ്ടും ജന്മം പ്രാപിക്കണം. സ്വർഗീയ പിതാവിൻ്റെ ബീജമാണ് പരിശുദ്ധാത്മാവ്, യേശു. ആ യേശുവിൻ്റെ രക്തത്തിൽ കൂടി നമ്മൾ വീണ്ടും ജന്മം പ്രാപിക്കണം. അപ്പോൾ നിക്കോഡെമസ് ചോദിച്ചു, യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം വായിക്കുക, അന്നേരം അറിയാം. നിക്കോഡെമസ് ഇങ്ങനെ രാത്രിയിൽ ക്വയറ്റായിട്ട് വന്നു, ആരും കാണാതെ. വലിയ പഠിപ്പുള്ള ആളാണ്, അവിടുത്തെ വലിയ ശാസ്ത്രജ്ഞന്മാരൊരാൾ. അപ്പോൾ ചോദിച്ചു, നീ വലിയ കാര്യങ്ങൾ ചെയ്യുന്നൊക്കെ ഞാൻ കേട്ടു. യേശുവിനോട് പറയാണ്, വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ, അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ? ഒരാൾ സ്വർഗരാജ്യത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, അൺലെസ് യു ആർ ബോൺ അഗെയിൻ, നീ വീണ്ടും ജന്മം പ്രാപിക്കണം, എന്നാൽ മാത്രമേ സ്വർഗത്തിൽ കയറത്തുള്ളൂ. അപ്പോൾ അവൻ ചോദിച്ചു, ഞാൻ ഇത്രയും വയസ്സായില്ല, ഞാനെങ്ങനെ അമ്മയുടെ ഉദരത്തിലേക്ക് വീണ്ടും പോണേ? അപ്പോൾ യേശു പറഞ്ഞു കൊടുത്തു, വീണ്ടും ജന്മം പ്രാപിക്കുന്നത് വെള്ളത്താലും ആത്മാവിനാലും എന്ന്. 3:3, 3:5 യോഹന്നാൻ 3-ാം അധ്യായം. അത് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് തർപ്പിച്ച് പറഞ്ഞു, എങ്ങനെയാണ് ഞാൻ അമ്മയുടെ ഉദരത്തിൽ കയറുന്നത്? എങ്ങനെ? അന്നേരം പറഞ്ഞ്, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജന്മം പ്രാപിച്ചില്ലെങ്കിൽ നിനക്ക് സ്വർഗരാജ്യം കാണാനും പ്രവേശിക്കാനും പറ്റില്ല എന്ന്. കണ്ടോ? അതാണ് ഇപ്പം നിങ്ങളോടും പറയുന്നത്. നമ്മൾ വീണ്ടും ജന്മം പ്രാപിക്കണം. നമ്മൾ ജനിച്ചത്, ഈ ലോകത്ത് ജനിച്ചത് ഒരു പാപിയായിട്ടാണ്. അങ്ങനെ നമുക്ക് സ്വർഗത്തിൽ കയറത്തില്ല. പാപസംബന്ധം, പാപമാണ് ചിന്തിക്കുന്നത്, പാപമാണ് പ്രവർത്തിക്കുന്നത്, നിരൂപിക്കുന്നതും എല്ലാം. മനുഷ്യൻ്റെ നിരൂപണം മുഴുവൻ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് പാരവയ്ക്കുന്നത്, എങ്ങനെയാണ് അതിനെ ചതിക്കുന്നത്, എങ്ങനെയാണ് രാത്രിയിലെല്ലാം കുറേ കള്ളന്മാരും കുറേ പേരും ഉണ്ട്, വ്യഭിചാരം ചെയ്യുന്നവരുണ്ട്, രാത്രിയിൽ കുടിയന്മാരുണ്ട്. ഇതെല്ലാം എന്താണ്? പാപത്തിൻ്റെ ചിന്തയാണ്. സാത്താൻ്റെ പിന്നാലെയാണ് അവർ പോകുന്നത്. സാത്താൻ പറയുന്ന പോലെ തന്നെ സാത്താനാണ് എല്ലാവരെയും ട്രാപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളെന്താണ് ചെയ്യേണ്ടത്? യേശു പറഞ്ഞതുപോലെ നമ്മൾ വീണ്ടും ജന്മം പ്രാപിക്കുന്നത് നമ്മൾ റിപ്പൻറ്റൻസ് ചെയ്യുമ്പോൾ, കൺഫെസ് ചെയ്യുമ്പോൾ, ദൈവമേ ഞാൻ പാപിയാണേന്ന് കർത്താവിനോട് പറയണം. യേശുവിൽ കൂടി മാത്രമേ നമുക്ക് സ്വർഗീയ പിതാവിൻ്റെ അടുത്ത് എത്താൻ പറ്റുകയുള്ളൂ. യേശുവിൽ കൂടി, അല്ലാതെ മറ്റുള്ളവരോടും സോറിയൊക്കെ പറയാം, പക്ഷേ നമ്മുടെ പാപങ്ങളേറ്റ് പറയുന്ന അച്ഛന്മാരോടല്ല, യേശു ക്രിസ്തുവിനോട്. ഈസ് ദ പ്രധാന പുരോഹിതനാണ്. യേശു പ്രധാന പുരോഹിതനാണ്. ഈസ് ദ ഹൈ പ്രീസ്റ്റ് ആൻഡ് വി ആർ പ്രീസ്റ്റ്. നമ്മൾ പ്രീസ്റ്റാണ്, നമ്മൾ അച്ഛന്മാരാണ്, വൈദ്യന്മാരാണ്. നമുക്ക് അതുപോലെയുള്ള അഭിഷേകം തന്നിട്ടുണ്ട് രക്തത്താൽ. യേശുവിൻ്റെ രക്തത്താൽ നമ്മൾ സെയിൻസാണ്, വിശുദ്ധന്മാരും പുരോഹിതന്മാരും രാജാക്കന്മാരും. അങ്ങനെയാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. സോ വെൻ യു ആർ കം ടു ദ ലോർഡ്, ദിസ് ഈസ് വാട്ട് വി ആർ. അപ്പം നമ്മൾ, യേശുവേ എൻ്റെ പാപം ക്ഷമിക്കണേ, അങ്ങയുടെ രക്തത്താൽ കഴുകണമേ, എനിക്ക് വേണ്ടി നീ രക്തം ചിന്തിയല്ലോ, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചല്ലോ, എൻ്റെ രക്ഷകനാണ് അങ്ങ്, എൻ്റെ രാജാവാണ്, എൻ്റെ മാസ്റ്ററാണ്, അങ്ങേ മാത്രം ഞാൻ ആരാധിക്കും, അങ്ങേക്ക് വേണ്ടി ഞാൻ ജീവിക്കുമെന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് പാസ്പോർട്ട്, സ്പിരിച്വൽ പാസ്പോർട്ട്. അതാണ് ഫസ്റ്റ്. നമ്മുടെ ഈ ദൈവരാജ്യം, ഈ സ്വർഗരാജ്യത്തെ പറ്റിയാണ് നമ്മൾ കേൾക്കുന്നത്. ഈ ലോകത്തിലെ രാജ്യങ്ങളെല്ലാം നശിച്ചു പോകും, അല്ലേ?
എന്നാൽ ഉടനെ തന്നെ ദൈവം ഈ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും രാജാക്കന്മാരെ എല്ലാം നശിപ്പിച്ചിട്ട് യേശു ക്രിസ്തു രാജാതിരാജാവ് വന്ന് സ്വന്തം ദൈവത്തിൻ്റെ രാജ്യം ഇവിടെ സ്ഥാപിക്കും. അതാണ് നിങ്ങൾ കേൾക്കുന്ന വലിയ വലിയ സന്ദേശം. ബൈബിൾ മുഴുവനുമാണ് ഞാൻ പഠിപ്പിക്കുന്നത്, ബൈബിളിലുള്ളതാണ് പഠിപ്പിക്കുന്നത്. ഹൂ ഈസ് ദിസ് ഗോഡ്? ഈസ് ദ കിങ് ഓഫ് കിങ്സ്. രാജാതിരാജാവായി വന്ന് തൻ്റെ രാജ്യത്തെ സ്ഥാപിക്കാൻ വീണ്ടും വരുന്നു. അപ്പോൾ ആ രാജ്യത്ത് നിങ്ങൾക്ക് പ്രവേശിക്കണോ? നിങ്ങൾക്ക് കയറണോ? നിങ്ങൾ എന്ത് ചെയ്യണം? ഗെറ്റ് ദ സ്പിരിച്വൽ പാസ്പോർട്ട്, ടിക്കറ്റ്, വിസ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ വേറെ സ്വർഗരാജ്യത്തിലേക്ക് പറന്നുയരാൻ സാധിക്കുകയുള്ളൂ. സോ ടു ഗോ ടു അതർ കൺട്രി യു നീഡ് എ പാസ്പോർട്ട്, റൈറ്റ്? അപ്പോൾ പാസ്പോർട്ട് വലിയ വിഷമമാണ് കിട്ടാൻ. പാസ്പോർട്ട് കുറേ പേർക്കുണ്ട്. നിങ്ങൾക്കെല്ലാം ഉണ്ടോ പാസ്പോർട്ട്? ഈ ലോകത്തിലെ പാസ്പോർട്ടുണ്ട്. ഇനി ഒരു സ്പിരിച്വൽ പാസ്പോർട്ട് കരസ്ഥമാക്കുക. എൻ്റെ യേശുവേ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ ആ പാസ്പോർട്ട് കിട്ടിക്കഴിയും. സോ ഓൾ ഹാവ് സിൻ, എല്ലാവരും പാപം ചെയ്ത കാരണം. പിന്നെ പറയുന്നുണ്ട് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6:30 6:36 സേസ് പാപത്തിൻ്റെ മരണം. 6:23 സേസ് 6:23 പാപത്തിൻ്റെ ശമ്പളം മരണം. The wages of sin is death, but eternal life is the gift of God. ദൈവത്തിൻ്റെ ദാനമോ നിത്യജീവനാണെന്ന്. ശമ്പളം, പാപത്തിൻ്റെ ശമ്പളം മരണം എന്ന് പറഞ്ഞാൽ, മരണം മീൻസ് എല്ലാവരും മരിക്കും. 2 മരണമുണ്ട്. ഒന്ന് ഫിസിക്കൽ ഡെത്ത്, 2 സ്പിരിച്വൽ ഡെത്ത്. സ്പിരിച്വൽ ഡെത്ത് ആണെങ്കിൽ ആത്മാവ് മരിച്ചാൽ നരകത്തിലേക്കാണ്. മനുഷ്യായി ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നശിച്ചാൽ ഫലമെന്ത്? യേശു പറഞ്ഞു ലൂക്കോസിൻ്റെ സുവിശേഷം 9:25. ലൂക്ക് ചാപ്റ്റർ 9:25. വാട്ട് പ്രോഫിറ്റ്സ് എ മാൻ ഇഫ് ഹി ഗെയിൻസ് ദ ഹോൾ വേൾഡ് ബട്ട് ലൂസസ് ഹിസ് സോൾ? ഈ ലോകം മുഴുവൻ സമ്പാദിച്ചവരാണ് മരിച്ചുപോയി. എവിടെയാണ് പോയത്? യേശു ഇല്ലാതെ മരിച്ചാൽ അവർ നരകത്തിലേക്കാണ്. സോ യു മേക്ക് എ റിലേഷൻഷിപ്പ് വിത്ത് ജീസസ്. ജീസസ്, യേശുവേ എൻ്റെ പാപം ക്ഷമിക്കണേ, എനിക്ക് സ്വർഗരാജ്യത്തിൽ എൻ്റെ പേരെഴുതണമേ, എനിക്ക് സ്വർഗരാജ്യമാണ് എൻ്റെ ലക്ഷ്യം, ഞാൻ ഈ വചനമനുസരിച്ച് ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും കർത്താവേ എന്ന് പറയുക. അങ്ങനെ പറയുന്നവർക്ക് ഗോഡ് ഈസ് ഗിവിങ് യു ദ സ്പിരിച്വൽ പാസ്പോർട്ട്. മേ ഗോഡ് ബ്ലെസ് യു. Help everybody to live according to this word. Have a blessed day.